സംഭവം ശരിയാണ്. സൈലത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും പാരൻസിനും ഇനി ഇതാ സൈലം ആപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിനുണ്ട്. 10ാം ക്ലാസ്സിലെ CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അസ്ത്ര എന്ന് പറയുന്ന ഒരു ബാച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ആ ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കൊക്കെ ആ കുട്ടി എത്രത്തോളം ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ആക്ച്വലി എത്ര വീഡിയോസ് ഡെയിലി കാണുന്നുണ്ട്, എത്ര മണിക്കൂറുകൾ, എത്ര മിനിറ്റുകൾ വരെ അത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് പാരൻസിന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് സൈലം പാരൻസ് ആപ്പ്. ആക്ച്വലി എങ്ങനെയാണ് ഈ പാരന്റ് ആപ്പ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ മിസ് ചെയ്യരുത്, അവസാനം വരെ കാണുക. ആക്ച്വലി വിദേശത്തുള്ള പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് വെളിയിലുള്ള അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള സ്റ്റുഡൻസിനെ പ്രോപ്പറായിട്ട് എന്നും ചെക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പാരൻസിന് ആ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ആപ്പ്. ആ കുട്ടി എത്രത്തോളം വീഡിയോ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു അസ്ത്ര ബാച്ചിലുള്ള ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് ആ കുട്ടി എത്രത്തോളം DPPs ചെയ്യുന്നുണ്ട്, എത്രത്തോളം വീഡിയോസ് ആണ് സെറ്റാക്കിയിട്ടുള്ളത്, ആ ഒരു DPPസിനൊക്കെ എത്ര മാർക്ക് കിട്ടി, അതിൻ്റെയൊക്കെ ഗ്രാഫ് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു പാരൻസിനും കൂടി അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പാരൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നമ്മുടെ സൈലം പാരന്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ്. നേരെ ജസ്റ്റ് സെർച്ച് ബാറിൽ പോയിട്ട് സൈലം പാരന്റ് ആപ്പ് എന്ന് അടിക്കുമ്പോഴേക്കും ജസ്റ്റ് പാരൻസ് ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ജസ്റ്റ് പാരന്റ് ആപ്പ് ഓപ്പൺ ആയി ഇവിടെ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ ഞെക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. ഇതിൽ കൊടുത്ത 3 കാര്യങ്ങളാണ്: സ്റ്റേ കണക്റ്റഡ് വിത്ത് യുവർ ചൈൽഡ്, നിങ്ങളുടെ കുട്ടിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുക. അതായത് കുട്ടി എത്രത്തോളം വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കുട്ടിയുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടിയുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം. അതായത് അവരുടെ ഗ്രാഫ് അടിസ്ഥാനത്തിൽ അവരുടെ മാർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുമാത്രമല്ല ഗെറ്റ് സബ്ജക്റ്റ് വൈസ് അനാലിസിസ്. അപ്പോൾ കുട്ടി ഏത് സബ്ജക്റ്റിലാണ് വീക്ക് ഉള്ളത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് ഏറ്റവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും ഈ ഒരു ആപ്പിലൂടെ. ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏത് നമ്പറിൽ വെച്ചിട്ടാണോ ഈ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മുടെ അസ്ത്ര ബാച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ നമ്പർ തന്നെ ഇവിടെയും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വരും. OTP ത്രൂ ആണ് ഇതിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെ OTP ത്രൂ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ 2 കുട്ടികളുടേത് നിങ്ങളുടെ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ അസ്ത്ര ബാച്ച് മാത്രമല്ല, നമുക്ക് നിഞ്ച ബാച്ച് ഉണ്ട്. അങ്ങനെ മറ്റൊരു ബാച്ചും കൂടി എടുത്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ എത്രത്തോളം കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരൊറ്റ ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ എൻ്റെ 2 ഉണ്ട്. ആക്ച്വലി ഇവിടെ ജംഷാദ് അലി എന്നുള്ള ഈ ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഇവിടെ ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കുട്ടിയുടേതാണോ ബാച്ച് ഉള്ളത് ആ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കും. ആക്ച്വലി നമുക്ക് വേണ്ടത് അസ്ത്ര CBSE ആണ്. ആ ബാച്ച് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എന്നിൽ ആക്ച്വലി ഇത്രത്തോളം 31 ലെക്ചേഴ്സ് ആണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം വീഡിയോസ് ആണ് കണ്ടിട്ടുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്ര മണിക്കൂർ കണ്ടു, എത്ര മിനിറ്റ് കണ്ടു എന്നുള്ളതൊക്കെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഹോം ബട്ടണിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ വീക്ക്ലി റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ എത്രത്തോളമാണ് കുട്ടിയുടെ പെർഫോമൻസ് എന്നുള്ളത് ഹവർ ബേസ് ആയിട്ടും അതുപോലെ തന്നെ മിനിറ്റ് ബേസ് ആയിട്ടും ആ ഒരു ഗ്രാഫ് അടിസ്ഥാനത്തിൽ ടോട്ടൽ വാച്ച് ടൈം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി അതിൻ്റെ നേരെ താഴെ പോയി കഴിഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്ന് ഇംഗ്ലീഷിന് എത്ര ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇപ്പോൾ 14 ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ 9 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, അത് എത്ര വാച്ച് ഹവർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും എത്ര മണിക്കൂറുകൾ കണ്ടിട്ടുണ്ട്, എത്ര ലെക്ചേഴ്സ് കണ്ടിട്ടുണ്ട്, എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ മൊഡ്യൂൾ എക്സാമിനേഷൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ. കുട്ടിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സെക്ഷനാണ് ഇത്. ആക്ച്വലി ഡെയിലി പ്രാക്ടീസ് പേപ്പർ എന്ന് പറഞ്ഞാൽ DPP. ഓരോ ക്ലാസ് കഴിയുന്നതിന് ശേഷം, ഓരോ ലെക്ചർ കഴിയുന്നതിന് ശേഷവും കുട്ടിക്ക് ഒരു ഡെയിലി പ്രാക്ടീസ് പേപ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 15 or 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. MCQ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ കുട്ടി അറ്റൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുട്ടി എത്രത്തോളം ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ക്ലാസ് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അക്യുറസി, അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഗ്രാഫ്, എത്രത്തോളം DPPs പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കിട്ടും. ഇത് ടോട്ടൽ DPPസിൻ്റെ മാത്രമല്ല, ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള DPPസിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും.
കൂടാതെ സൈലം ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. ആ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആക്ച്വലി ആ ഒരു ടെസ്റ്റ് ഇപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല, ഇനി ടെസ്റ്റ് നടക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അസ്ത്ര ബാച്ചിനെ പറ്റി പറയാൻ പോകുന്നത്. അസ്ത്ര ബാച്ചിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മുടെ 2.0 അസ്ത്ര 2.0 ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അതിനു മുമ്പേ ഇവിടെ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെൻ്റ് ഉണ്ട്. അനൗൺസ്മെൻറ്റിൽ ജസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങളോട് പാരൻസിനോട് അതുപോലെ തന്നെ സ്റ്റുഡൻസിനോടൊക്കെ സൈലത്തിൽ നിന്ന് നിങ്ങളോട് പറയാനിരിക്കുന്ന അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഇവിടെ സൈലം ടോട്ടലി എല്ലാവർക്കും സെയിം ആയിട്ട് അയക്കുന്നതായിരിക്കും. ഇനി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അതും ഇവിടെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഡൗട്ടുകൾ, ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. ഹെൽപ്പ് സെൻ്റർ ആണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി കുറച്ച് ഡൗട്ടുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഐ ആം ഹാവിങ് എ ട്രബിൾ മേക്കിംഗ് എ പേയ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതല്ല, നിങ്ങൾ സൈലത്തിലെ ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ കോൺടാക്റ്റിനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് ജസ്റ്റ് ഇനേബിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് സൈലത്തിൻ്റെ ഈ ഒരു പാരൻസ് ആപ്പ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ കംപ്ലീറ്റ് വിലയിരുത്താൻ ആക്ച്വലി നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പം കരുതുന്നുണ്ടായിരിക്കും PTA മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ കുട്ടിയെ അത്രയും അടുത്തുകൊണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പക്ഷേ അതിനേക്കാൾ ഉപരി ഡെയിലി ഓരോ ചാപ്റ്ററിനെയും അല്ലെങ്കിൽ ഓരോ ലെക്ചർ വൈസ് ആയിട്ടും നിങ്ങൾക്ക് കുട്ടി എത്രത്തോളം പഠിക്കുന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സൈലം പാരൻസ്. സോ സൈലം പാരൻസ് ആപ്പ് ആക്ച്വലി നമ്മുടെ അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾക്കാണ്. അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്രാവശ്യം കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അസ്ത്ര 2.0 നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തി. ആ ഒരു ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ സൈലം പാരൻസ് ആപ്പ് ഉള്ളതുപോലെ തന്നെ ഇൻ-ആപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഫീച്ചറും നമ്മുടെ ഈ ഒരു അസ്ത്ര ബാച്ചിലുണ്ട്. ആക്ച്വലി ഇൻ-ആപ്പ് കമ്മ്യൂണിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ, അതുപോലെ തന്നെ മെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് ഇൻബിൽട്ട് ആയിട്ട് ആപ്പിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ അപ്ഗ്രേഡ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ തന്നെ നമ്മുടെ ആപ്പിൽ തന്നെ ഈ ഒരു ഫെസിലിറ്റി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ സ്വാഭാവികമായിട്ടും ഓരോ ക്ലാസ് കഴിയുമ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ആ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷനുകളും അതുപോലെ തന്നെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ള ആ ഒരു സെഗ്മെൻറ്റുകളും നമ്മുടെ ആപ്പിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിൻ്റെ നോട്ട്സ് ഇൻസ്റ്റൻ്റ് ആയി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ച് ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഈ ബാച്ചിലേക്ക് ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷന് വേണ്ട ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഏതായാലും നമുക്ക് ഇത്തവണത്തെ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ, ആക്ച്വലി A1 തന്നെ എല്ലാ സബ്ജക്റ്റ് നേടണം. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ലേണിംഗ്.